പേര് മനോജ് ജോസഫ്, വീട്ടുപേര് കല്ലിടുക്കനാനിക്കൽ. ഞങ്ങൾ മലബാറിൽ കുടിയേറിയിട്ട് ഞാൻ മൂന്നാമത്തെ തലമുറയാണ്. എൻ്റെ വലിയച്ഛനൊക്കെ ഏതാണ്ട് 1942 കാലഘട്ടത്തിൽ പാല കാഞ്ഞിരപ്പള്ളി ഉള്ള തിടനാട് നിന്നും ഇവിടേക്ക് വന്ന് കുടിയേറിയതാണ്. അത് ഇവിടെ നിറച്ച് കാടായിരുന്നു ആ കാലഘട്ടത്തിൽ. എന്നിരുന്നാലും അവരുടെ വിശ്വാസവും അർപ്പണ മനോഭാവവും കൃഷിയോടുള്ള ആഭിമുഖ്യമൊക്കെ കൊണ്ട് തന്നെ ഇവിടെ വന്ന് ഈ കാട് വെട്ടിത്തെളിച്ച് അവർ ആ കാലഘട്ടത്തിൽ കപ്പയും അതുപോലെ തന്നെ തെരുവ് പുല്ല് വാറ്റിയും ഒക്കെ അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തി. നാട്ടിലെ ആളുടെ കൂടുതലും കൃഷിക്ക് പറ്റുന്ന അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങൾ കുറഞ്ഞു പോയതും ഒക്കെ അവരെ ഈ മലബാറിലേക്ക് കുടിയേറാൻ കാരണമാക്കി. അപ്പോൾ അവരുടെ ദൈവത്തിൽ ഉള്ള ആശ്രയബോധം കൊണ്ട് ആ വിശ്വാസത്തിൽ പേടിയില്ലാതെ ഈ നാട്ടിൽ വന്ന് ജീവിച്ച് അവർ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ലൊരു കൃഷിഭൂമി യോഗ്യമാക്കി തന്നു എന്നുള്ളത് ദൈവത്തിന് നന്ദി അർപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ദൈവത്തോടുള്ള ആ വിധേയത്വത്തിൻ്റെ ആശ്രയിച്ച് ജീവിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്കൊക്കെ ഇന്ന് ഈ വലിയ ഒരു സൗഭാഗ്യം കിട്ടിയിട്ടുള്ളത് എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. ആ ഒരു വിശ്വാസത്തിലൂന്നിയുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരും തലമുറയെയും പഠിപ്പിക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ജീവിത രീതിയാണ് ഞങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നത്. ഏതാണ്ട് 40-42 കാലഘട്ടത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവരിവിടെ വന്ന് ഏറ്റവും കൂടുതൽ കുടിയേറ്റ മേഖലയൊക്കെ ആയി വന്ന ചെമ്പേരിയോട് ചേർന്ന്, അന്ന് പുലിക്കരിമ്പ ഒന്നും, ഇപ്പോൾ എൻ്റെ ഇടവക പുലിക്കരിമ്പയാണെങ്കിലും അന്ന് ചെമ്പേരി മാത്രമാണ് ഒരു ചെറിയ പള്ളിയായിട്ട് ഉള്ളത്, ചെറിയൊരു ചാപ്പ. അപ്പോൾ അതിൽ അവർ എല്ലാ ഞായറാഴ്ചകളിലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ വിശ്വാസപൂർവ്വം ബലിയർപ്പിക്കാൻ ഇവിടുന്ന് ചൂട്ടും കത്തിച്ച് നടന്നു പോകുന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ ഞങ്ങൾക്കൊക്കെ എൻ്റെ വല്യമ്മയും വല്യപ്പനും ഒക്കെ പറഞ്ഞു തന്നതും ഒക്കെ ഞങ്ങളിപ്പോഴും മറക്കാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ അവർ കാണിച്ച ദൈവത്തോടുള്ള വിധേയത്വമാണ് അവരെ ഈ രീതിയിൽ ഇവിടെ ഒരു വലിയ ഒരു കുടുംബമാക്കി മാറ്റുവാൻ സഹായിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ അവർ ഒത്തുചേർന്ന് കൃഷി ഇറക്കുകയും വിശ്വാസം മുറുകെ പിടിക്കുകയും ചെയ്തതിൻ്റെ പരിണിതഫലമായിട്ട് ഈ മേഖലയൊക്കെ ഒത്തിരിയേറെ പുരോഗമിച്ചു. ഇന്ന് ഒത്തിരിയേറെ ആൾക്കാർ ആ ഒരു ചൂട് പിടിച്ച് ഇവിടേക്ക് വരികയും കൃഷിഭൂമിയിൽ അവരുടേതായ വിളവുകൾ ഇറക്കി സൗഭാഗ്യങ്ങൾ കൊയ്യുകയും ചെയ്തു. അവരുടെ മക്കളൊക്കെ വീണ്ടും, എൻ്റെ ചാച്ചൻ 84 വയസ്സിൽ മരിച്ചുപോയി. ഇപ്പം മരിച്ചിട്ട് 3-4 വർഷമേ ആയുള്ളൂ. ചാച്ചനൊരു വലിയ കർഷകനായിരുന്നു. എൻ്റെയൊക്കെ ഒരു റോൾ മോഡൽ എന്ന് തന്നെ പറയാവുന്ന എൻ്റെ അപ്പനെ എനിക്ക് അനുസ്മരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ നന്ന വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച് എനിക്കൊരു KSEBയിൽ സബ് എഞ്ചിനീയറായിട്ട് ജോലി കിട്ടിയതാണ്. പക്ഷേ ആ ഒരു കാലഘട്ടം റബ്ബറിനൊക്കെ 250 രൂപയൊക്കെ വില വന്നതുകൊണ്ട് ആ ജോലി വേണ്ടെന്ന് വെച്ച് കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. എൻ്റെ കൂട്ടത്തിൽ ഇന്ന് ജോലിക്ക് കയറിയവരൊക്കെ നല്ല സീനിയർ പോസ്റ്റിൽ ജോലി ചെയ്യുന്നവരൊക്കെയാണ്. എന്നിരുന്നാലും എനിക്ക് യാതൊരു തരത്തിലുള്ള വൈഷമ്യങ്ങളും ഇന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം കാർഷിക മേഖല മനസ്സറിഞ്ഞ് കൃഷി ഇറക്കുന്നവർക്ക് എന്നും ദൈവം അവൻ്റെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ഒരു അനുഭവേദ്യമായ കാര്യമാണ്. മോശമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നു. ആരെയും ഈ കൃഷി മേഖലയിലായതുകൊണ്ട് ആരെയും ഒന്നും നമുക്ക് ബോധിപ്പിക്കേണ്ടതില്ല. എനിക്ക് സാധ്യമാണെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ പണിയെടുക്കാം. അപ്പം തനതായ രീതിയിലുള്ള ഒത്തിരി കാർഷിക മേഖലയിലെ അറിവ് കൊണ്ട് ഞാൻ ഇന്ന് കാർഷിക മേഖല നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ മക്കളെയും അതുപോലെ തന്നെ ഈ എല്ലാ കാർഷിക അറിവുകളും പകർന്നു കൊടുത്തുകൊണ്ടും കാണിച്ചു കൊടുത്തുകൊണ്ടും അവരെയും ഇപ്പോൾ ഈ കൃഷിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മുഖ്യമായിട്ടും ഒരു സമ്മിശ്ര കൃഷിക്കാരനാണ് ഞാൻ. റബ്ബറും തെങ്ങും കവുങ്ങും കുരുമുളകും അതുപോലെ തന്നെ ജാതിയും കൊക്കോയും ഒക്കെ തന്നെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വാഴ, വിവിധ ഇനങ്ങളിലുള്ള വാഴയുണ്ട്, ഏത്തവാഴ കൃഷി ഉണ്ട്. പിന്നെ മഞ്ഞൾ, ചേന, ചേമ്പ്, കപ്പ, അങ്ങനെ നനക്കിഴങ്ങ്, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒത്തിരി കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ കൃഷി ചെയ്ത് പോകുന്നുണ്ട്. വേനൽക്കാലങ്ങളായിക്കഴിഞ്ഞാൽ ഇപ്പോൾ പോലും സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികളും മറ്റുമൊക്കെ ഞങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൂടാതെ ഇപ്പോൾ ചെറിയ തോതിലുള്ള ഒരു നഴ്സറിയും, കുരുമുളക് തൈകളുടെ ഒരു നഴ്സറിയും
എനിക്കുണ്ട്. ആവശ്യക്കാർക്ക് ഞാൻ പലതരത്തിലുള്ള കുരുമുളക് ചെടികൾ ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അത് ഈ ദ്രുതവാട്ടത്തെ പ്രതിരോധിക്കാൻ കെൽപ്പുണ്ടെന്ന് പറയുന്ന ബ്രസീലിയൻ തിപ്പിലി കൊളീബ്രിനം തേയില ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് കുരുമുളക് ചെടികൾ കൊടുക്കുന്നത്. കുരുമുളകൾ ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ പല ഇനങ്ങളെക്കുറിച്ചും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം എൻ്റെ കൃഷിയിടങ്ങളിൽ തന്നെ വിവിധങ്ങളായ ഇനങ്ങൾ ഉണ്ട് താനും. അതിൽ മുഖ്യമായിട്ടും പന്നിയൂർ 1, അതുപോലെ തന്നെ പന്നിയൂരിൻ്റെ മറ്റ് ചില വകഭേദങ്ങൾ, പിന്നെ പഴയകാല കൊടിയായ കരിമുണ്ട, അർക്കളം, പൂഞ്ഞാറൻ, പിന്നെ പുതിയ വെറൈറ്റികളായിട്ടുള്ള ചില കൊടികളെയും ഞാൻ പരീക്ഷിക്കുന്നുണ്ട്. ഇപ്പം കുമ്പുക്കൻ ചെടി എൻ്റെ തോട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ തിടനാട് തീക്കോയി ഭാഗത്തുനിന്ന് സിജുവിൻ്റെ അടുക്കിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അത് നല്ല വിളവ് ആയി തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ കുതിരവാലി, പിന്നെ അഗളി പെപ്പർ തെക്കൻ, അങ്ങനെയുള്ള പല ചെടികളെയും ഞാൻ ഇങ്ങനെ നട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യക്കാർക്ക് ഇതിൻ്റെ എല്ലാം തൈകളും അത്യാവശ്യം കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ കാർഷിക മേഖലയിലെ കൃഷിക്കുണ്ടാകുന്ന പല രോഗങ്ങളും ശരിക്കും ഇന്ന് കർഷകൻ്റെ നടുവൊടിക്കുന്ന ഒന്ന് തന്നെയാണ്. മരുന്നുകളില്ലാത്ത പല രോഗങ്ങളും കണ്ടുവരുന്നു. ഒരായുസ് മുഴുവനും നട്ടുവളർത്തി പരിപാലിച്ച് തെങ്ങും കവുങ്ങുമൊക്കെ പുതിയ തരത്തിലുള്ള രോഗങ്ങൾക്ക് കീഴടങ്ങി കഴിയുമ്പോൾ അത് ശരിക്കും വല്ലാതെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇടവിളിയായി ഉണ്ടായിരുന്ന തെങ്ങിനിടയിലെ കവുങ്ങും മറ്റും ഒക്കെ പോയപ്പോഴാണ് ഈ കുരുമുളകിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ പതിപ്പിക്കേണ്ടി വന്നത്. എൻ്റെ ഈ തോട്ടത്തിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ കുറേ കൊക്കോ ഉണ്ടായിരുന്നതായിരുന്നു. അതെല്ലാം ഞാൻ മുറിച്ച് കളഞ്ഞ് കുരുമുളക് വ്യാപനത്തിൻ്റെ കാര്യമായിട്ട് മുന്നോട്ട് പോയപ്പോൾ എന്താണേലും ആ കൊക്കോയ്ക്ക് ആ സമയത്ത് കുറച്ച് വില കൂടുന്ന ഒരു അവസരം ഉണ്ടായി. പക്ഷേ അതിൽ എനിക്ക് വിഷമങ്ങളില്ല. കാരണം കുരുമുളക് ഇന്നും കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോഴും നല്ലൊരു വിലയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. നല്ല രീതിയിൽ പോകുന്നു. എനിക്ക് 3 മക്കളാണുള്ളത്. എൻ്റെ ഭാര്യ എന്നോടൊപ്പം എല്ലാ കൃഷി കാര്യങ്ങളിലും എന്നോടൊപ്പം സഹായിച്ചുകൊണ്ട് ഉള്ള ഒരാളാണ്. തൊട്ടടുത്ത പ്രദേശമായ ചെമ്മന്തൊട്ടിയിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. എൻ്റെ ഭാര്യയുടെ പേര് ലിനി. അവളും ഒരു കാർഷിക കുടുംബത്തിലെ അംഗമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മക്കൾ 3 മക്കളാണ്. മൂത്തവർ 2 പെൺമക്കളും ഇളയ ഒരു ചെറുക്കൻ ആൺകൊച്ചും. അവർ 3 പേരും ഇപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി വരെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. മൂത്ത മകൾ നേഴ്സിംഗ് പഠനം ഈ വർഷം കൊണ്ട് തീരും. രണ്ടാമത്തെ ആൾ +2 കഴിഞ്ഞു. അവളെ പുതിയൊരു കോഴ്സിന് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ആൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു, 2ാം വർഷത്തിലാണ്. ഇത് കുതിരവാലി എന്ന് അറിയപ്പെടുന്ന ഒരു കുരുമുളക് ഇനമാണ്. ഇതെൻ്റെ ഒരു പാപ്പൻ്റെ വീട്ടിൽ നിന്നും ഞാൻ ഈ ചെടി കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി. കാരണം താഴെ മുതൽ തന്നെ കണ്ണിയിട്ട് ഇങ്ങനെ തിരികൾ നല്ല നീളമുണ്ട്, സാമാന്യം കയറി വരുന്നത് കൊണ്ട് ഒരു ആകർഷണമാണ്. നന്നായിട്ട് പരിപാലിച്ചാൽ നല്ല വിളവ് തരുന്ന ഒരു ഇനം തന്നെയാണ്. ഇതിൻ്റെ ഈ തിരികളുടെ ഒരു പ്രത്യേകതയാണ് ഇതിനെ കുതിരവാലി എന്ന് അറിയപ്പെടാൻ കാരണം. ഇങ്ങനെ കുതിരയുടെ വാല് പോലെ തന്നെ ഒരു വളഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ഒരിനമാണ്. ഇതും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ ഗ്രാഫ്റ്റ് ചെയ്താലുള്ളൊരു മെച്ചം നമുക്ക് ഇതിൻ്റെ ഈ ദ്രുതവാട്ടത്തിൽ നിന്നും ഒരു പരിധിവരെ ഇതിനെ പരീക്ഷിക്കാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും ഇത് കൃഷി ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇതിന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നല്ല രീതിയിൽ ഒരു നന കൊടുക്കേണ്ടതാണ്. വെള്ളം ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ നല്ല വളർച്ചയും പ്രതിരോധശേഷിയും ഒക്കെയുള്ള ഒരു രീതി തന്നെയാണ് ഈ ഗ്രാഫ്റ്റിങ്ങിലൂടെ ചെയ്തത്. അതുപോലെ തന്നെ ഇത് ഒരു നാടൻ വെറൈറ്റിയുള്ള ഒരു കരിമണ്ടയോട് സാമ്യമുള്ള ഒരു ഇതാണ്. ഇത് നല്ല മണിക്ക് നല്ല ദൃഢതയും അതുപോലെ തന്നെ നല്ല ഉറപ്പുമുണ്ട്. പക്ഷേ എന്താ പറയണ്ടേ, ഈൽഡ് അല്പം കുറവാണ്. പക്ഷേ ഇതിൻ്റെ നല്ല മൂത്ത് പഴുക്കുമ്പോഴേക്കും ഇതിൻ്റെ മണികൾക്കെല്ലാം നല്ലൊരു മഞ്ഞ നിറം ഇതിന് കൈവരും. അതുകൊണ്ട് ചിലയിടത്തൊക്കെ ഇതിന് മഞ്ഞമുണ്ട എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ
അതുപോലെ കൊടികളുടെ ഒരു രാജാവ് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ പറയാൻ പറ്റുന്ന ഒരു കൊടിയാണ് പന്നിയൂർ 1 ഇനം. നമുക്കറിയാം 1998 കാലഘട്ടത്തിലുമാണെന്ന് തോന്നുന്നു ഇത് കണ്ടുപിടിച്ചത്. ആദ്യത്തെ സങ്കര ഇനം മനുഷ്യനിർമ്മിതമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കൊടിയാണ് പന്നിയൂർ 1 എന്ന് പറയപ്പെടുന്നത്. മികച്ച വിളവും അതുപോലെ തന്നെ നമുക്ക് ഇത് പരിചരണത്തിന് പ്രത്യേകിച്ചും മുളക് പറിക്കുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കൊടിയാണ് പന്നിയൂർ 1. നല്ല വളർച്ചയുണ്ട്, അതുപോലെ നല്ല തിരിപിടുത്തമുണ്ട്, നല്ല മുഴുത്ത മണികളാണ്. ഇവ കൊണ്ടൊക്കെ പ്രത്യേകത നേടിയ ഒരു കൊടിയാണ് പന്നിയൂർ 1. എന്നാൽ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം ഇവയുടെ വളർച്ച കൂടുതലായിട്ടും. അത് തിരികൾ കൂടുതലായിട്ടിട്ട് കണ്ടും ഒക്കെ വരുന്നത്. പിന്നെ മികച്ച കൊടി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മികച്ച ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ പരിപാലന രീതിയും നന്നായിട്ട് തന്നെ ചെയ്യണം. നമ്മൾ മരുന്ന് ഉപയോഗിച്ച് അതിനെ അതിൻ്റെ രോഗങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഞാൻ സാധാരണയായിട്ട് ചെയ്തു വരുന്നത് മഴ തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ എരമ്പുകളെല്ലാം കോന്തും, അതുപോലെ തന്നെ ചോട്ടിലെ അഴുകിയ വസ്തുക്കളൊക്കെ മാറ്റിയിടും. പിന്നെ നമ്മൾ ഡോളോമറ്റോ അല്ലെങ്കിൽ പച്ച കക്കാപ്പൊടിയോ മറ്റോ ഇട്ട് ഒന്ന് പുളിരസത്തെ ക്രമീകരിക്കാൻ വേണ്ടുന്ന ക്രിയകളൊക്കെ ചെയ്യും. ശേഷം ചാണകപ്പൊടി കുറച്ച് ചോട്ടിൽ ചാണകപ്പൊടി ഇടും. അതോടൊപ്പം തന്നെ ഇത് തളിർത്ത് തിരിയിടുന്നതിന് വേണ്ടിയിട്ട് രാസവള പ്രയോഗവും നടത്താറുണ്ട്. അത് പൊട്ടാഷ്യം യൂറിയയും മസൂറിയും. അത് കൃഷി വകുപ്പ് അനുശാസിക്കുന്ന രീതിയിൽ 60 ഗ്രാം മസൂറിയും 120 ഗ്രാം യൂറിയയും 160 ഗ്രാം പൊട്ടാഷ്യം ചേർന്ന ഒരു മിശ്രിത രീതിയിലാണ് ഇതിന് നമ്മൾ പ്രയോഗിക്കുന്നത്. സാമാന്യം നല്ല രീതിയിലുള്ള ഒരു ഈൽഡ് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. ഇത് റബ്ബർ മുറിച്ച ഒരു കാലായായിരുന്നു. എന്നിരുന്നാലും എൻ്റെ ഒരു താല്പര്യം കുരുമുളകിനോടുള്ള ഒരു പ്രത്യേകത കൊണ്ട് തന്നെ വിവിധങ്ങളുള്ള കുരുമുളകും ഒക്കെ നമ്മൾ ഇവിടെ കൃഷി ചെയ്ത് വരുന്നു. ഇതും ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഗ്രാഫ്റ്റ് ചെയ്ത തിരികൾക്ക് ഇപ്പം കഴിഞ്ഞ വർഷം എനിക്ക് കുറച്ച് ചെടികൾക്ക് കേടുവന്നു. അത് നമ്മുടെ നിമാവരയുടെ ആക്രമണം ആണ് എന്നാണ് നമ്മുടെ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലെയും ഒക്കെ ഉദ്യോഗസ്ഥർ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അതിന് വേണ്ടുന്ന മരുന്ന് കാര്യങ്ങളും ഞാൻ ചെയ്തു. എന്താണേലും വലിയ ഒരു കുഴപ്പമില്ലാത്ത തരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് പന്നിയൂർ ഇനത്തിൽപ്പെട്ട ഒന്നിൽ തന്നെയുള്ള ഒരു കൊടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ കൂടുതൽ കൊടികൾ ഞാൻ ഗ്രാഫ്റ്റിങ്ങിലൂടെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഗ്രാഫ്റ്റിങ് ഇതാണ് ഈ കൊളീബ്രിനം എന്ന് പറയപ്പെടുന്ന സാധനം. ബ്രസീലിയൻ തിപ്പലി ഇതിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതുപോലുള്ള കമ്പ് നമ്മൾ കുറച്ചുകൂടെ മൂത്ത കമ്പ് അല്ലെങ്കിൽ ഇതിൽ വണ്ണം കുറഞ്ഞത് നമ്മൾ കൂടയിൽ ആക്കി വെച്ചിട്ട് ഏതാണ്ട് ഒരു ഒരടി ഉയരത്തിൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതികൾ. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ വളർത്താൻ വിടാറില്ല, കാരണം അത് കൊടിക്ക് ദോഷമാണ്. മാത്രമല്ല മണ്ണിലെ വളങ്ങളൊക്കെ തന്നെ അത് വലിച്ചെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് കൊടി ഉള്ള സമയത്ത് നമ്മൾ അത് ചെയ്യാറില്ല. പിന്നെ ഒരു പന്നിയൂർ 1 നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ തിരിയും നോക്കിയാലും, അതുപോലെ തന്നെ അതിന് സമാനമായ ഇതിൻ്റെ തിരി ഒരു ലൈറ്റ് പിങ്ക് ഒരു കളറ് ചേർന്നിട്ടുണ്ട്. ഇത് പന്നിയൂർ 1 അല്ല, ഇത് പന്നിയൂരിൻ്റെ മറ്റൊരു ഇനമാണ്. പന്നിയൂർ 1 ശരിക്കും ഇങ്ങനെയുള്ള നല്ല വെളുത്ത അല്ലെങ്കിൽ നല്ല ഇളം പച്ച കളറാണ് ഇതിൻ്റെ ചെന്തലയ്ക്ക് ഉണ്ടാവുക. നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നത് കൂടുതലും ഈ തണ്ടിൽ നിന്നും ഇങ്ങനെ വരുന്ന തലകളെയാണ് നമ്മൾ ഗ്രാഫ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഒരു ഇത്ര പൊക്കത്തിൽ തന്നെ വെച്ച് അതിലും മുകളിലേക്ക് കയറി പോവുകയാണെങ്കിൽ നമ്മളത് നുള്ളി വിടും. അപ്പോൾ ഇവിടുന്ന് ശകരങ്ങൾ പൊട്ടി കണ്ണ് കുത്തി കയറും. അതുപോലെ തന്നെ നമുക്ക് ഗ്രാഫ്റ്റിങ്ങിൽ ഇതിൻ്റെ മുകളിൽ കയറിപ്പോകുന്ന തല, ആ കയറുതല ഉപയോഗിച്ചും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാം. അത് ആകുമ്പോൾ താഴെ നിന്ന് തന്നെ കണ്ണി കുത്തിപ്പോവും. പക്ഷേ അതിന് കുറച്ച് ലൈഫ് കുറവുണ്ടെന്നാണ് പൊതുവേ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും ചന്തലകൾ ഉപയോഗിച്ചാണ് ഗ്രാഫ്റ്റിങ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ പല രോഗങ്ങളാൽ ഈ കൃഷിത്തോട്ടത്തിൽ കാണുമ്പോൾ നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നത് ദൈവത്തെങ്കിലായതുകൊണ്ട് തന്നെ
ദൈവത്തോട് നമ്മൾ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും കൊന്ത ജില്ലയുമൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഈ കൃഷിയിടത്തിൽ രോഗങ്ങളെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സജ്ജരാകുന്നത്. ദൈവത്തെങ്കിൽ ആശ്രയം ഇല്ലെങ്കിൽ ദൈവാശ്രയബോധത്തോടു കൂടിയും അല്ലെങ്കിൽ ദൈവ കരുണയുടെ ഫലമാണ് നമ്മൾക്ക് ഇതെല്ലാം കിട്ടിയതെന്നുള്ള ഒരു ബോധമില്ലെങ്കിൽ നമുക്കിതൊക്കെ അനുഭവിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് ദൈവത്തെ മറന്ന് ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അത് കൃഷിയിടത്തിലാണെങ്കിലും മറ്റെല്ലാ തരത്തിലും മനുഷ്യൻ്റെ എല്ലാ വളർച്ചയും ദൈവമാണ് നൽകുന്നത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ എന്ന് ഞാൻ ഈ സമയം ഇത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കൃഷിയാണെങ്കിലും ശരി, നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ദൈവത്തെ വിട്ടുള്ള ഒരു കളിയും നമ്മളിൽ ഉണ്ടാകരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി എല്ലാവരോടുമായി ഈ സമയം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പൂഞ്ഞാറൻ ഇനത്തിൽപ്പെട്ട ഒരു കൊടിയാണ്. നല്ല വളർച്ചയുണ്ട്. പക്ഷേ ഇപ്പോൾ തിരിയിട്ട് വരുന്നതേ ഉള്ളൂ. ഈ തിരിയിടാൻ താമസിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ വിളവ് മൂത്ത് പാകമാകുന്നതും ഒരല്പം താമസിച്ചാണ് തുടങ്ങുന്നത്. നമ്മുടെ പന്നിയൂരിൻ്റെ ഇലയെ സമാനമായിട്ടാണെങ്കിൽ പോലും അതിൻ്റെ തലകൾക്ക് ഒരു ചെറിയ കളർ വ്യത്യാസം നമുക്ക് ദൃശ്യമാകും. ഒരു ചെറിയ വയലറ്റ് പിങ്ക് ചേർന്നിട്ടുള്ള ഒരു ഇതാണ് അതിൻ്റെ ഇത് വരിക. അതുപോലെ തന്നെ നല്ല വട്ടത്തിലുള്ള മുഴുത്ത ഇലയുണ്ട്. തിരികൾക്കും പന്നിയൂരിൻ്റെ അത്ര നീളമെങ്കിൽ പോലും നീളം ആയി വരുന്നു. ഇത് തിരിയിട്ട് വരുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ചും പഴയകാലത്തെ പലതരത്തിലുള്ള പഴയകാല ചെടികൾ എല്ലാം തോട്ടത്തിൽ ഒന്നല്ലെങ്കിൽ 2 ചെടിയെങ്കിലും ഒരു 2-3 ഞാൻ വെച്ച് പിടിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. ആദ്യകാലത്തെ കുരുമുളക് ചെടികൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ള ഇതുപോലെ തന്നെ പൂഞ്ഞാറൻ മാത്രമല്ല, അർക്കളം, അതുപോലെ തന്നെ കാണിയക്കാടൻ എന്ന് പറയപ്പെടുന്ന ചെടിയും എൻ്റെ തോട്ടത്തിലുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും, ചാണകപ്പൊടിയിട്ട് ചില കൊടികൾ പുതിയതായിട്ട് വെച്ചതും അതുപോലെ തന്നെ പോയതിൻ്റെയൊക്കെ ചോട്ടിൽ പുതിയ തലകൾ നമ്മൾ ഇട്ടതായിരുന്നു. പിന്നെ ഇന്നലെ രാത്രിയിൽ വന്നിട്ട് ഇത് കാട്ടുപന്നികൾ വന്ന് കണ്ടോ, ചാണകപ്പൊടിയുടെ മണ്ണിൽ അകത്തിട്ടത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ വിരയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളമായതുകൊണ്ട് അതിൽ മണ്ണിനെ തിന്നാൻ വേണ്ടി വന്ന് അവൻ എൻ്റെ കൃഷിയിടത്തിലെല്ലാം വന്ന് മാന്തി ഇളക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവയൊക്കെ നമ്മൾ ഒരു തരത്തിൽ ദൈവാശ്രയം കൊണ്ട് മാത്രമാണ് ഇവയൊക്കെ നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ബലം നമ്മൾ പണിയെടുത്താൽ നമുക്ക് ദൈവം ഉണ്ടാക്കി തരും എന്നുള്ള ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടാണ് ഇതിനെയൊക്കെ നമ്മൾ അതിജീവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ കൊളീബ്രീനം ഉപയോഗിച്ച് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാകുമ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നന വേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ ഇത് എൻ്റെ ഒരു ചെരിഞ്ഞ മലമ്പ്രദേശത്തിൻ്റെ ഭാഗമാണ്. എന്നിരുന്നാൽ പോലും അവിടെ നിന്ന് കുഴൽക്കിണറിൽ അടിക്കുന്ന വെള്ളം ഡയറക്റ്റ് ഇപ്പോൾ ഈ പൈപ്പിലൂടെ കടന്നു വന്ന് ഞാൻ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്ത് ആണ് ഈ കുരുമുളക് ചെടി നനയ്ക്കുന്നത്. നമ്മൾ ഒഴിച്ച് നനയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം ഒരു മിനിമം 1 മണിക്കൂർ 1.5 മണിക്കൂർ നേരം ഒരു ഡ്രിപ്പർ അതിൻ്റെ ചുവട്ടിൽ ഒന്ന് വേനലിനെ അതിജീവിക്കാൻ മാത്രമായിട്ട് നമ്മൾ വെച്ച് കൊടുത്ത് ആണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് എല്ലാം സബ്സിഡിയോട് കൂടി ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ തുള്ളി നന നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ ഒരു മെച്ചമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഉപയോഗിക്കുന്ന വെള്ളം പൂർണ്ണമായിട്ടും ചെടികൾക്ക് നമുക്ക് ലഭിക്കും. അതൊരു തുള്ളിയായിട്ട് മൂളിഭാഗത്ത് കാണാനില്ലാത്തത് കൊണ്ട് വെള്ളം ആവിയായിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നില്ല. പകരം ആ ചെടികൾക്ക് അത് പൂർണ്ണമായും ചോർപ്പിൻ്റെ ആകൃതിയിൽ നനഞ്ഞു ചെല്ലുന്നത് കൊണ്ട് ചെടികൾക്ക് പൂർണ്ണമായും കിട്ടും. പിന്നെ ആളെ വെച്ചും അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച് നനയ്ക്കാനും സൗകര്യം ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ. എന്നിരുന്നാലും നമ്മുടെ ചിലവ് കുറഞ്ഞ ഒരു നനരീതി എന്ന രീതിയിലാണ് ഇതിനെ നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. സാധാരണയായിട്ട് നനച്ചു തുടങ്ങുന്നത് ഒരു ജനുവരി, അത് ചൂടിൻ്റെ മഴ അവസാനിച്ച് ഒരു മാസത്തിന് ശേഷം നമ്മൾ ചോട് തെളിച്ച് ഈ ഡ്രിപ്പിൻ്റെ ലൈനിട്ട് നമ്മൾ കറക്റ്റാക്കി വെച്ച് നമ്മൾ നനയ്ക്കും. ഒരു 2 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം നനയ്ക്കും. അങ്ങനെയാണ് ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊടിക്ക് അങ്ങനത്തെ ഇത്ര കടുത്ത വേനലാണെങ്കിലും ഈ വർഷം ഒരിക്കലും ഇല്ലാത്ത പോലെ നല്ല ഒരു വേനലിനെ പ്രതിരോധിച്ച വർഷമായിരുന്നു. എന്നിരുന്നാലും ഈ 1-2 ദിവസത്തെ 1 മണിക്കൂർ അല്ലെ 1.5 മണിക്കൂർ നേരത്തെ തുള്ളിനന കൊണ്ട് നമുക്ക് ഇതിനെ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ കേടുകൂടാതെ സംരക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്.
നമ്മൾ ഈ തോട്ടത്തിൽ കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് താങ്ങുകാലായിട്ട് കൊടികൾക്ക് താങ്ങുകാലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മുള്ളുമുരിക്കും അതുപോലെ തന്നെ പ്ലാവുമാണ്. അതോടൊപ്പം മരം ഉണ്ട്. പക്ഷേ വട്ടമരം അത്ര ഒരു നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആദ്യ സമയത്ത് ഞാൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന മരങ്ങളിലൊക്കെ തന്നെ അങ്ങ് ഇട്ടതാണ്. വട്ടയിൽ കെട്ടിക്കയറി പോകാൻ ചെടി പിടിച്ച് പോകാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ തേക്ക് മരം നല്ലതാണ്. പിന്നെ പയ്യാനി ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് പയ്യാനി ഇല്ല. അതുപോലെ തന്നെ എനിക്കുള്ളതൊന്നും പിന്നെ കിളിഞ്ഞിലെന്ന് പറഞ്ഞൊരു മരമാണ്. അത് നല്ല കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് തോട്ടത്തിൽ നട്ട് സ്വയമേ വളർന്നു വന്ന പല തരത്തിലുള്ള പല മരങ്ങളുമുണ്ട്. ഇത് മറ്റൊരു മരമാണ്. അതിലും നമുക്ക് കയറ്റിവിടുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പം അവനവൻ്റെ യുക്തിക്കനുസരിച്ച് ഇത് കുരുമുളക് ചെടി വളർത്താവുന്നതാണ്. എനിക്ക് പൊതുവേ പറയാനുള്ളത് നമ്മുടെ ഈ നാട്ടിലെ ഈ കൃഷി രീതികൾ ശരിക്കും ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. അതോടൊപ്പം തന്നെ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞു എന്നുള്ളതാണ്. കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ ഒരു കൃഷിയെ നന്നായിട്ട് ആശ്രയിക്കുക അല്ലെങ്കിൽ അവയെ നന്നായിട്ട് പരിപാലിക്കുന്ന ആൾക്കാരുടെ എണ്ണം. നമ്മുടെ തോട്ടത്തിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. ശരിക്കും നമ്മുടെ റബ്ബർ ബോർഡ് വന്നപ്പോഴാണ് നമ്മൾ റബ്ബർ തൈകൾ നട്ട് പരിപാലിച്ച് കൊണ്ടുപോകുന്ന ആ രീതികളെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടത്. ആ രീതിയിലുള്ള ഒരു കൃഷി, അത് കുരുമുളകാണെങ്കിലും തെങ്ങാണെങ്കിലും കവുങ്ങാണെങ്കിലും ചെയ്യുന്ന കർഷകർ ഇപ്പോൾ നോക്കിയാൽ ഒരു പഞ്ചായത്തിൽ തന്നെ വിരലെണ്ണാവുന്നവരേ ഉള്ളൂ. ഇപ്പോഴും നന്നായിട്ട് നമ്മൾ ഒരുങ്ങി ദൈവത്തിന് ഈ കൃഷി രീതികളെ നമ്മൾ സമർപ്പിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പരിധിവരെയുള്ള എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ പറ്റും. പക്ഷേ പ്രത്യേകിച്ചും കുരുമുളക് ചെടി നമുക്കറിയാം. കുരുമുളക് ചെടിക്ക് സാധാരണ രീതിയിൽ പലതരത്തിലുള്ള രോഗങ്ങൾ വരാറുണ്ട്. പക്ഷേ അവ വന്നാലും അത് പോയി കഴിഞ്ഞാലും നമ്മൾ ഒരു വർഷം പുതിയ തൈകൾ വീണ്ടും അതേ തോട്ടത്തിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ ഒന്നല്ലെങ്കിൽ 2-ാം വർഷം മുതൽ നമുക്ക് അതിൽ നിന്നും ഉൽപ്പാദനം ലഭിച്ചു തുടങ്ങും. അപ്പം ആ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിച്ചും അതിനുവേണ്ടി അർപ്പണ മനോഭാവത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു നഷ്ടമുള്ള ഒരു മേഖലയല്ല കാർഷിക മേഖല എന്നുള്ളത് വളരെ സത്യമുള്ള കാര്യമാണ്. ഇത് കാണിയക്കാടൻ, ചെറിയ കാണിയക്കാടൻ എന്ന് പറയപ്പെടുന്ന ഒരു ഇനം കൊടിയാണ്. ഇത് പഴയകാലത്തെ ഒരു കൊടിയാണ്. വലിയ കേടുകളും ഒന്നുമില്ലാതെ സംരക്ഷിക്കപ്പെടാൻ പറ്റുന്ന ഒരു കൊടിയാണ്. ഇതിൻ്റെ തിരികൾക്ക് പൊതുവെ അപേക്ഷിച്ച് നീളം കുറവാണ്. ഇത് കുറച്ച് എരമ്പത്ത് നിന്നുകൊണ്ടാണ് ഇതിൽ ഇപ്പം കുറച്ച് തിരികളും ഒക്കെ കുറവ്. ഇനി ഇതിന് ചെന്തല പൊട്ടുന്ന ഇതും തീരെ കുറവാണ്. നമുക്ക് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നോക്കിയിരിക്കേണ്ടി വരും. ചെന്തല പൊട്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇലകളുടെയും അതുപോലെ തന്നെ നമുക്കൊരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അരികുവശങ്ങൾ ചെറിയൊരു പുളവുണ്ട്. നമ്മുടെ അർക്കളമുണ്ടയോട് സാദൃശ്യമുള്ള തരത്തിൽ ഒരു ചെറിയ, പക്ഷേ ഇലകൾ ചെറുതാണ്. അതുപോലെ തന്നെ തിരികളും ചെറുതാണ്. മണികൾ നന്നായിട്ട് പിടിക്കും. അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ മണികൾ ഉണ്ടാവുകയും ചെയ്യും. കാണിക്കാടൻ തന്നെ 2 ടൈപ്പുണ്ട്. വലിയ കാണിക്കാടനെന്നും ചെറിയ കാണിക്കാടനും. ഇത് ചെറിയ കാണിക്കാടനാണ്. ഈ ഒരു കൊടി ഇപ്പോൾ ഏറ്റവും പ്രചാരത്തിൽ ഉള്ളതും നല്ല ഒരു കായ്ഫലം തരുന്ന ഒരു ചെടിയാണിത്. കുമ്പുക്കൻ എന്ന് പറയപ്പെടുന്ന ഒരു ചെടിയാണ്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അതിൻ്റെ മണിപിടുത്തവും അതുപോലെ തന്നെ അതിൻ്റെ തിരിയുടെ എണ്ണവും ഏതാണ്ട് കരിമണ്ടയുടെ ഇലയോടൊക്കെ ഒരു സാമ്യമുള്ള, എന്നാൽ അവർ അവകാശപ്പെടുന്ന രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു ഒരു ഇനം ചെടിയാണത്. അതിൻ്റെ നല്ല തിരിപിടുത്തമാണ്. അത് തിരി പിടിച്ച് അത് നന്നായിട്ട് ഏകദേശം ഒരു പാകമാകുമ്പോഴേക്കും ആ തിരികൾക്ക് ഒരു പൊളച്ചിൽ നമുക്ക് ദൃശ്യമാണ്. അതുപോലെ തന്നെ അത് വേനക്ക് പോലും അതിൽ തിരിയിടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മഴയാണ്. ഇത് നട്ടിട്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തിനടുത്തേ ആകുന്നുള്ളൂ. ഒരാൾക്ക് 2 അടുത്ത് ഒരു 10 അടിയോളം ഉയരത്തിൽ ഇത് വളർന്നു. ഇപ്പോൾ സാമാന്യം അതിൽ തിരിയിട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും കുറേ തിരിയുണ്ടായിരുന്നു. നല്ല മുളകുമാണ്. നല്ല തൂക്കവും അതുപോലെ തന്നെ കരിമണ്ട പോലെ തന്നെ നല്ല ഉറപ്പും ബലവും ഒക്കെ ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇത് എൻ്റെ തോട്ടത്തിൽ ഇപ്പോൾ കുറച്ച് തൈകൾ ഞാൻ പുതുതായിട്ടും കൂടി വെച്ച് വരികയാണ്. ആദ്യം ഇത് കൊണ്ടുവന്ന സമയത്ത് ഇതിനത്ര ഒരു വലിയൊരു പ്രചാരമോ അല്ലെങ്കിൽ പബ്ലിസിറ്റിയോ ഇല്ലായിരുന്നുകൊണ്ട് അത്ര കാര്യമായി ശ്രദ്ധിച്ചില്ല. ഇത് ഞാൻ കൊണ്ടുവന്ന തൈകളിൽ നിന്നും വീണ്ടും തൈ ഉണ്ടാക്കി വെച്ച ഒരു തൈയാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് വേറെ ഒരെണ്ണമുണ്ട്.
അതുപോലെ തന്നെ ഈ കുരുമുളക് ചെടിയുടെ താഴ്വശത്തായിട്ട് നമ്മൾ തെങ്ങും കവുങ്ങും സമ്മിശ്രമായിട്ട് വെച്ച ഒരു കൃഷിയിടമായിരുന്നു. കൊക്കോയും ഉണ്ടായിരുന്നു. കൊക്കോ മുറിച്ച് ഞാൻ വീണ്ടും അത് കുരുമുളകിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്ത് ഇപ്പോൾ കണ്ടുവരുന്ന നമുക്കറിയാം കവുങ്ങുകൾ പൊതുവെ ഇപ്പം ഭയങ്കരമായ ഒരു രോഗം പിടിച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടായിരുന്ന ഒത്തിരിയേറെ കവുങ്ങുകളുണ്ടായിരുന്നു എനിക്ക്. എന്നാൽ അവയെല്ലാം മഞ്ഞപ്പും അതുപോലെ തന്നെ വേര് ദ്രവിച്ചു പോകുന്ന തഞ്ചാവൂർ വാട്ടം എന്ന് പറയപ്പെടുന്ന ഒരു രോഗത്തിനൊക്കെ കീഴ്പ്പെട്ടുകൊണ്ട് തെങ്ങും കവുങ്ങും നശിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് മാത്രമല്ല, ഈ മേഖലയിലുള്ള എല്ലാ ആൾക്കാർക്കും അതിൻ്റെ ഒരു തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു അതിന് പ്രതിരോധ സംവിധാനം ഇതുവരെയും നമുക്ക് ലഭ്യമായിട്ടില്ല. കുറച്ചൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നു എന്നതിൽ കവിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കൂടുതലായിട്ടും നാടനിനങ്ങളും അതുപോലെ തന്നെ നാടനങ്ങൾക്ക് ശേഷം കാസർഗോഡൻ ഇനത്തിൽപ്പെട്ട കവുങ്ങുകളാണ് കൃഷി ചെയ്തിരുന്നത്. ഇപ്പോഴും നമ്മുടെ ആദ്യകാലത്തെ മണ്ണിൻ്റെ വളവും അതുപോലെ തന്നെ ഫലപുഷ്ടിയൊക്കെ പോയതുകൊണ്ട് കവുങ്ങ് മഞ്ഞപ്പ് ഇല്ലാത്ത അല്ലെങ്കിൽ തഞ്ചാവൂർ വാട്ടം വന്ന് നമ്മുടെ വേരുകൾക്ക് രോഗം വരാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കവുങ്ങ് കൃഷി ഇന്നും വളരെ ലാഭകരമായ ഒന്ന് തന്നെയാണ്. നന്നായിട്ട് പരിപാലിക്കണം എങ്കിൽ മാത്രമേ ഇന്ന് കവുങ്ങ് കൃഷി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ ഈ കവുങ്ങുകൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ കവുങ്ങിലെല്ലാം തന്നെ കുരുമുളക് ഇപ്പോൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. കൊക്കോ മുറിച്ച് കളഞ്ഞെങ്കിലും അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ താങ്ങുകാലായിട്ട് കിളിഞ്ഞിലും മറ്റും ഉപയോഗിച്ച് ഞാൻ ഇപ്പം കുരുമുളക് ചെടി നട്ടുകൊണ്ടിരിക്കുകയാണ്.